ഹായ്, ഞാൻ RJ ഹരിചന്ദ്രൻ മഠം. ഒരു വൃദ്ധൻ ആശുപത്രിയിൽ കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിന് 82 വയസ്സായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതകാലം ഏതാണ്ട് കഴിയാറായി എന്ന് മനസ്സിലാക്കിയ ഡോക്ടർ വന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷമം എന്താണ്? എല്ലാവരും കരുതിയത് അദ്ദേഹം ധനത്തെക്കുറിച്ച് പറയും, തന്റെ ആരോഗ്യത്തെക്കുറിച്ച് പറയും, തന്റെ കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ച് പറയും എന്നൊക്കെയായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം വിഷമം തരുന്നത് ഞാൻ ചെയ്ത തെറ്റുകളല്ല, പകരം ചെയ്യാമായിരുന്നിട്ടും വിട്ടുകളഞ്ഞ കാര്യങ്ങളാണ്. എൻ്റെ കുട്ടികളോടൊപ്പം എനിക്ക് കൂടുതൽ സമയം ചിലവഴിക്കാമായിരുന്നു. അച്ഛനും അമ്മയും ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് കൂടുതൽ സ്നേഹം അവരോട് പ്രകടിപ്പിക്കാമായിരുന്നു. എൻ്റെ ഭാര്യയെ എനിക്ക് ഇതിനേക്കാൾ നന്നായിട്ട് സ്നേഹിക്കാൻ കഴിയുമായിരുന്നു. എനിക്ക് ഒരുപാട് കഴിവുകളുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ഞാൻ പ്രയോജനപ്പെടുത്തിയിരുന്നില്ല. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്തയിൽ അവരെ സംതൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഞാൻ പൊതുവിൽ ചെയ്തു പോന്നിരുന്നത്. എൻ്റെതായ ഇഷ്ടങ്ങൾക്ക് ഞാൻ വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നില്ല. ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം മറ്റൊന്നാകുമായിരുന്നു എന്നതിൽ സംശയമില്ല. കുറച്ചു നേരം നിശബ്ദനായി കിടന്നിട്ട് വൃദ്ധൻ വീണ്ടും മെല്ലെ പറഞ്ഞു, ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന പരാജയമാണ് എന്നാണ് പലരും കരുതുന്നത്. എന്നാൽ അതല്ല സത്യം. സമയമുള്ളപ്പോൾ ജീവിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ദുഃഖം. ആ വാക്കുകൾ കേട്ടപ്പോൾ മുറിക്കകത്തുണ്ടായിരുന്ന എല്ലാവരും സ്തബ്ധരായിപ്പോയി. കാരണം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ കഥ മാത്രമായിരുന്നില്ല, എല്ലാവരുടെയും ജീവിതത്തെക്കുറിച്ചുള്ള ഒരു അവലോകനമായിരുന്നു അത്. നമ്മളിൽ പലരും ഭാവിയിൽ പറയാൻ സാധ്യതയുള്ള വാക്കുകളാണ്, അല്ലെങ്കിൽ പറയാതെ പോകുന്ന വാക്കുകളാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചത്. ജീവിതത്തിലെ ചില സത്യങ്ങൾ നമുക്ക് പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കാനാവുന്നതല്ല. അനുഭവങ്ങൾ, നഷ്ടങ്ങൾ, തെറ്റായ തീരുമാനങ്ങൾ, അകമഴിഞ്ഞ് വിശ്വസിച്ചവരുടെ നന്ദികെട്ട പെരുമാറ്റം, സമയത്തിന്റെ കടന്നുപോക്ക്, ഇതൊക്കെയാണ് പലപ്പോഴും നമ്മെ ജീവിതം പഠിപ്പിക്കുന്നത്. പലരും ഈ സത്യങ്ങൾ മനസ്സിലാക്കുമ്പോഴേക്കും ജീവിതത്തിന്റെ വിലപ്പെട്ട വർഷങ്ങൾ ഇതിനോടകം നഷ്ടപ്പെട്ടിരിക്കും. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അത്തരത്തിലുള്ള വിലപ്പെട്ട കുറച്ച് സത്യങ്ങളാണ്. ഇത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി വെച്ചാൽ ജീവിതത്തിലെ പല നിരാശകളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ഈ പറയുന്നതിൽ ചിലത് നിങ്ങൾക്ക് കഠിനമായി തോന്നിയേക്കാം, പക്ഷെ യാഥാർത്ഥ്യം എപ്പോഴും മധുരതരമായിരിക്കുകയില്ല. ഇത് നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്താഗതിയെ വളരെയധികം മാറ്റാൻ പോകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് ഇത് സ്കിപ്പ് ചെയ്യാം, പക്ഷേ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങളിൽ ഒന്നായിരിക്കും നിങ്ങൾ ഇവിടെ നഷ്ടപ്പെടുത്തുന്നത്. നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം. സമയം നഷ്ടപ്പെട്ടാൽ അത് പണം കൊണ്ട് തിരികെ മേടിക്കാൻ സാധിക്കുകയില്ല. പലരും കരുതുന്നത് പണമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നാണ്. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് സമയമാണ് എന്നുള്ള തിരിച്ചറിവാണ് ഓരോരുത്തർക്കും വേണ്ടത്. നഷ്ടപ്പെട്ട പണം വീണ്ടും സമ്പാദിക്കാം. നിങ്ങളുടെ നഷ്ടം ഒരു ബിസിനസ് ആണെങ്കിൽ അത് വീണ്ടും പടുത്തുയർത്താം. പക്ഷേ നഷ്ടപ്പെട്ട ഒരു വർഷം, അല്ലെങ്കിൽ ഒരു മാസം, അല്ലെങ്കിൽ ഒരു ദിവസം, ഒരു നിമിഷം പോലും നമുക്ക് തിരികെ പിടിക്കാൻ കഴിയുകയില്ല. ഒരു വിദ്യാർത്ഥി തൻ്റെ ഉത്തരവാദിത്വം മറന്ന് പരീക്ഷയ്ക്ക് മുമ്പുള്ള 6-7 മാസക്കാലം മൊബൈലിൽ വെറുതെ ചിലവഴിച്ചു എന്നിരിക്കട്ടെ, ആ ടൈം പിന്നീട് അയാൾക്ക് തിരികെ ലഭിക്കുകയില്ല. അയാളുടെ പരീക്ഷാ മാർക്കിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യും. ഒരു അച്ഛനോ അമ്മയോ തങ്ങളുടെ കുട്ടികളുടെ ബാല്യകാലം കാണാതെ പണത്തിന് വേണ്ടി മാത്രം അവരുടെ ഭാവി നന്നാക്കണമെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് സമയം ചെലവഴിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ പണമെല്ലാം നേടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് തങ്ങളുടെ കുട്ടികൾ വളരെ വളർന്നിട്ടുണ്ട്, പക്ഷേ അവരുടെ മാനസികാവസ്ഥ തങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല. കാരണം അവരുടെ ബാല്യത്തിൽ കൂടി നിൽക്കാൻ ഈ വ്യക്തികൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ബാല്യകാലത്തിൽ കിട്ടേണ്ട യാതൊരു പരിലാളനകളും കിട്ടാതെ അവരുടെ മനസ്സ് ഈ മാതാപിതാക്കളിൽ നിന്ന് അകന്നു പോയേക്കാം. മാത്രമല്ല, കുട്ടികളുടെ ബാല്യകാലം എന്ന് പറയുന്നത് വളരെ സുന്ദരമായിട്ടുള്ള സമയമാണ്. അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ജീവിതത്തിലെ വലിയൊരു എന്റർടൈൻമെന്റ് നഷ്ടപ്പെടുത്തുകയാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ മോഷ്ടാവ് എന്ന് പറയുന്നത് സമയം നഷ്ടപ്പെടുത്തുന്ന ശീലമാണ്. ഇന്ന് ചെറിയ കാര്യം എന്ന് കരുതി മാറ്റിവെക്കുന്ന പല കാര്യങ്ങളും നാളെ നിങ്ങൾക്ക് വളരെ വലിയ പശ്ചാത്താപത്തിന് കാരണമാക്കുന്ന ഒന്നായി മാറും. ഓരോ ദിവസവും നമ്മൾ ചിലവഴിക്കുന്നത് പണം മാത്രമല്ല, ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗം കൂടിയാണ്. ഇത് മനസ്സിലാക്കുമ്പോഴേക്കും പലരും വളരെ വൈകിയിരിക്കും. രണ്ടാമത്തെ കാര്യം, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടമായി പോകും. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ഭീതിയിലാണ് പലരുടെയും ജീവിതം. കുടുംബത്തെ സന്തോഷിപ്പിക്കാൻ ഒരു കാര്യം, സുഹൃത്തുക്കളെ സന്തോഷിപ്പിക്കാൻ മറ്റൊന്ന്, സമൂഹത്തെ സന്തോഷിപ്പിക്കാൻ വേറൊന്ന് എന്നുള്ള രീതിയിലാണ് പലരുടെയും ജീവിതം കടന്നു പോകുന്നത്. പക്ഷേ ഒടുവിൽ സ്വന്തം ആഗ്രഹങ്ങളും സ്വന്തം സന്തോഷവും എവിടെയൊക്കെയോ നഷ്ടമായി പോകുന്നു. ഒരു യുവാവിന്
സംഗീത മേഖലയിൽ തിളങ്ങണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വീട്ടുകാരുടെ താല്പര്യം അവനൊരു എഞ്ചിനീയറായി മാറണം എന്നുള്ളതാണ്. ഒട്ടും താല്പര്യമില്ലാത്ത ആ മേഖല അവൻ തിരഞ്ഞെടുക്കുകയും അതിൽ മികച്ച സാലറിയോടുകൂടി വർക്ക് ചെയ്യുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം അവൻ സാമ്പത്തികമായിട്ട് നല്ല ഉയർന്ന നിലയിലാണെങ്കിലും തനിക്ക് നഷ്ടപ്പെട്ടു പോയ തൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അവനെന്നും ദുഃഖമായിരുന്നു. ഇനി ആ പഴയ സമയത്തെ വീണ്ടെടുക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവിൽ അയാൾ വളരെ അസ്വസ്ഥനായിട്ടാണ്, ഉള്ളതിൽ തൃപ്തിയില്ലാതെയാണ് ജീവിതത്തെ തള്ളി നീക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കുക വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഇതൊരു അസാധ്യമായിട്ടുള്ള കാര്യമാണെന്ന് തന്നെ വിലയിരുത്താം. നിങ്ങൾ എത്ര നല്ലവനായാലും ശരി, ആരെങ്കിലുമൊക്കെ നിങ്ങളെ വിമർശിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായത്തെ നിങ്ങൾക്ക് ബഹുമാനിക്കാവുന്നതാണ്. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിന്റെ സ്റ്റിയറിങ് അവരുടെ കയ്യിൽ കൊടുത്തേക്കരുത്. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങളുടെ തീരുമാനങ്ങളുടെ ഫലമാണ് നിങ്ങളുടെ ജീവിതമെന്ന് ഇപ്പോഴേ ഉറപ്പിക്കുക. കാരണം നിങ്ങളുടെ ജീവിതം മറ്റൊരാളുടെ കയ്യിലെ കളിപ്പാട്ടമല്ല, അത് നിങ്ങൾക്ക് ജീവിച്ച് തീർക്കേണ്ടുന്ന മേഖലയാണ്. മൂന്നാമത്തെ കാര്യം, ആരോഗ്യം തകരുമ്പോഴാണ് അതിൻ്റെ വില മനസ്സിലാക്കുക എന്നത്. പലരും യൗവനത്തിൽ തങ്ങളുടെ ആരോഗ്യത്തിന് വളരെ വിലമതിപ്പൊന്നും കൊടുക്കാറില്ല. തോന്നുന്ന സമയത്ത് ഉറങ്ങുന്നു, തോന്നുന്ന ഭക്ഷണമെല്ലാം കഴിക്കുന്നു, എക്സർസൈസ് ഒന്നും ചെയ്യുന്നില്ല, മോശപ്പെട്ട ചില ശീലങ്ങളിൽ ഇവർ കുടുങ്ങിക്കിടക്കുന്നു. ചില ലഹരി വസ്തുക്കൾ ഇവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാകുന്നു. കുറച്ചു കാലം ഇങ്ങനെ പോകട്ടെ, നാളെ ഇതൊക്കെ മാറ്റാമെന്നൊക്കെ ഒരു ചിന്ത ഇവരുടെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ കാണും. പക്ഷേ തൻ്റെ ശരീരം നൽകുന്ന മുന്നറിയിപ്പുകളെ ഇവർ കാണാറേയില്ല. കണ്ടാൽ തന്നെ അതിനെ അവഗണിക്കാറുമുണ്ട്. ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പരിശോധനയിൽ ഗുരുതരമായിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നം ഡോക്ടർ കണ്ടെത്തുകയാണ്. അപ്പോഴാണ് മനസ്സിലാക്കുന്നത്, ആരോഗ്യം നഷ്ടപ്പെട്ടാൽ നമ്മുടെ പദവിയും നമ്മുടെ പണവും നമ്മുടെ പ്രശസ്തിയൊന്നും നമ്മുടെ ജീവിതത്തെ നിലനിർത്തുകയില്ല എന്നുള്ളത്. ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന ഒരു രോഗിക്ക് വേണ്ടത് അയാളുടെ ആരോഗ്യം മാത്രമാണ്. നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് ഒരു ജീവിതത്തിന് അത് മുഴുക്കെ താമസിക്കേണ്ടുന്ന വീടാണ്. ആ വീടിനെ സംരക്ഷിക്കാതെ മറ്റെന്ത് നേടിയാലും അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ലഭിക്കാറില്ല. ഇന്ന് നിങ്ങൾ ആരോഗ്യത്തിനായി ചിലവഴിക്കുന്ന ഓരോ നിമിഷവും നാളെ നിങ്ങളുടെ വേദനയെ കുറയ്ക്കുന്ന ഒന്നായി മാറും. ഇത് ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. നാലാമത്തെ കാര്യം, പണം സന്തോഷം വാങ്ങിത്തരില്ല, പക്ഷേ പ്രശ്നങ്ങൾ കുറച്ച് നിർത്തിത്തരും. പണം ഇന്ന് വരും, നാളെ പോകും, പണം കൊണ്ടൊന്നും മനുഷ്യന്റെ ജീവിതത്തെ വിലയിടാൻ പറ്റില്ല എന്നൊക്കെ പലരും പറയുന്നത് കേൾക്കാം. പക്ഷേ പണത്തിന് ഒരു അത്യാവശ്യം വരുമ്പോൾ ഇവർ മനസ്സിലാക്കും, പണത്തെ കവിഞ്ഞ് മറ്റൊന്നുമില്ല എന്ന്. പണം എല്ലാമാണെന്നൊന്നും പറയുന്നില്ല, പക്ഷേ പണമില്ലാത്ത ജീവിതം വലിയ സമ്മർദ്ദങ്ങൾക്ക് കാരണമായി തീരുന്നു. അടിയന്തരമായിട്ടുള്ള ഒരു ചികിത്സ, മക്കളുടെ വിദ്യാഭ്യാസം, കുടുംബത്തിന്റെ സുരക്ഷ, ഇവയ്ക്കൊക്കെ പണം അത്യാവശ്യമാണ്. മാത്രമല്ല, അശരണരായ ചിലരെ നമുക്ക് സംരക്ഷിക്കണമെങ്കിലും അവരുടെ കണ്ണീരൊപ്പണമെങ്കിലും നമ്മുടെ കയ്യിൽ കുറച്ച് പണമുള്ളത് വളരെ നല്ലതാണ്. പലരും യൗവനത്തിൽ പണത്തെ നിസ്സാരവൽക്കരിച്ച് ഒരുപാട് ചിലവാക്കി തീർക്കുന്നു. കടം ചുറ്റിലും പെരുകുമ്പോഴും അവർ EMI-കളുടെ കുരുക്കുകളിൽ കുടുങ്ങിക്കിടന്ന് അത്യാഡംബര വസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടുന്നു. പിന്നെ ഉത്തരവാദിത്വങ്ങൾ കൂടുമ്പോൾ, കടം പെരുകുമ്പോൾ ഇവർ വല്ലാതെ വിഷമിക്കുന്നു. ഇതാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട കാര്യം. സമ്പത്ത് എന്നുള്ളത് ആഡംബരത്തിനുള്ള ഒരു ഉപാധിയല്ല, അത് നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വസ്തുവാണ്. സാമ്പത്തികമായി ഉയർന്ന ഒരാൾക്ക് മികച്ച തിരഞ്ഞെടുപ്പുകൾ നടത്താൻ കഴിയും. എന്ന് പറഞ്ഞാൽ, ഒരു ഹോട്ടൽ കയറി ഇന്ന ഭക്ഷണം കഴിക്കണമെങ്കിലും ഇന്ന ഡ്രസ്സ് ഇടണമെങ്കിലും ഇന്ന രീതിയിൽ സഞ്ചരിക്കണമെങ്കിലും അയാൾക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല, അയാളുടെ കയ്യിൽ പണമുണ്ട്. എന്നാൽ സാമ്പത്തികം തീരെ കുറഞ്ഞ ഒരാൾക്കാണെങ്കിലോ അയാൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അയാൾക്ക് ഭക്ഷണം കഴിക്കാവുന്നതിനുള്ള ഹോട്ടലിന്റെ അളവുണ്ട്. വസ്ത്രം എടുക്കുമ്പോൾ ഇത്ര തുകയ്ക്കകത്തുള്ളതേ അയാൾക്ക് എടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ പലതിലും ഇവർ പ്രയാസം നേരിടും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും പണത്തെ വെറുക്കരുത്, പക്ഷേ അതിൻ്റെ അടിമയാവുകയും ചെയ്യരുത്. ഇതിൻ്റെ ഇടത്തട്ടിൽ നിന്നുകൊണ്ട് സമ്പാദ്യശീലത്തെ വളർത്തുകയും കടങ്ങൾ ഇല്ലാതാക്കുകയും വേണം. അഞ്ചാമത്തെ കാര്യം, ചില ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തെ ഉയർത്തും, ചില ബന്ധങ്ങൾ നമ്മെ തകർക്കും. നിങ്ങളുടെ പങ്കാളി, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ മറ്റ് അടുപ്പക്കാർ, ഇവരാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശയെ നിർണ്ണയിക്കുന്നത്. പ്രചോദന സ്വഭാവമുള്ള ഒരു സുഹൃത്ത് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ള മാനസികാവസ്ഥയുള്ള ഒരാൾ നിങ്ങളെ പിടിച്ച് താഴ്ത്താനായിരിക്കും ശ്രമിക്കുക. പലരും ജീവിതത്തിലെ തെറ്റായ തീരുമാനങ്ങൾ എടുത്തത് തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്ന് തന്നെയാണ്. അല്ലാതെ
സ്വന്തമായിട്ട് എടുത്ത തീരുമാനങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ ബഹുഭൂരിപക്ഷം പേരും പറ്റിപ്പോയിട്ടുള്ളത് തെറ്റായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന ബന്ധങ്ങളിൽ പെട്ടുപോയതുകൊണ്ടാണ്. നിങ്ങൾ ദിവസവും ഇടപഴകുന്ന ആളുകളുടെ ചിന്താഗതി നിങ്ങളിലേക്കും പടരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആരെ വിശ്വസിക്കണം, ആരോട് ഇടപഴകണം എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് ഉറപ്പിക്കേണ്ടുന്ന കാര്യമാണ്. നിങ്ങളുടെ ഭാവി എന്തെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെ നോക്കിയാൽ മതി. നിങ്ങൾ ഉയർച്ചയിലേക്ക് എത്തുമോ താഴ്ചയിലേക്ക് എത്തുമോ എന്ന് ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാക്കുവാൻ. ആറാമത്തെ കാര്യം, അവസരങ്ങൾ പലപ്പോഴും കഷ്ടപ്പാടിന്റെ രൂപത്തിലാണ് വരിക എന്നുള്ളത്. പലർക്കും വലിയ അവസരം എന്നുള്ളത് ഒരു എളുപ്പ വഴിയാണെന്ന് തോന്നും. യഥാർത്ഥത്തിൽ വലിയ അവസരങ്ങൾ എന്നത് പലപ്പോഴും അധികമായ ഉത്തരവാദിത്വം, കൂടുതൽ പരിശ്രമം, കൂടുതൽ അപകട സാധ്യത എന്നിവയുടെ പിൻബലത്തോടു കൂടിയായിരിക്കും വന്നു ചേരുന്നത്. പലരും ആ കഷ്ടപ്പാടുകളെല്ലാം കണ്ടിട്ട് ഇത് വളരെ പ്രയാസകരമാണ് എന്ന് ബോധ്യപ്പെട്ട് പിന്നോട്ട് പോവുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ നമ്മൾ നോക്കി നിൽക്കെ തന്നെ മറ്റൊരാൾ അതേ അവസരത്തെ ഉപയോഗിച്ച് വിജയിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയ എല്ലാ നല്ല കാര്യങ്ങളും ആദ്യം കുറച്ച് ബുദ്ധിമുട്ടോടുകൂടിയായിരിക്കും കാണപ്പെടുക. അതിനെ തിരിച്ചറിഞ്ഞ് പ്രതിബന്ധങ്ങളെ ചാടിക്കടക്കുന്ന ഒരാളാണ് ജീവിതത്തിൽ വിജയിയായിട്ട് മാറുക. ഏഴാമത്തെ കാര്യം, അറിവില്ലായ്മയുടെ വില വലുതാണ് എന്നുള്ളത്. സാമ്പത്തികമായിട്ടുള്ള അറിവില്ലായ്മ, ആരോഗ്യത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ, ബന്ധങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ, ഇതെല്ലാം തന്നെ വളരെ വലിയ നഷ്ടങ്ങൾക്ക് കാരണമാകും. ഒരു വ്യക്തി 20 വർഷം വരെ ധനസമ്പാദനം നടത്തിയിട്ടും മികച്ച നിക്ഷേപങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ അയാളുടെ ആ സമ്പത്ത് ഒട്ടും മൂല്യമുള്ളതാക്കി മാറ്റാൻ അയാൾക്ക് കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് കിട്ടാമായിരുന്ന വലിയൊരു സമ്പത്ത് അയാൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അറിവില്ലായ്മ പലപ്പോഴും ദാരിദ്ര്യത്തെക്കാൾ അപകടകരമാണ്. ബന്ധങ്ങൾ എങ്ങനെ സംരക്ഷിച്ചു കൊണ്ടുപോകണം, രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലെല്ലാം കൃത്യമായിട്ടുള്ള ഒരു അവബോധം ഒരു മനുഷ്യനുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ കോണിൽ ഇവർ നിരാശയോടെ ഇരിക്കേണ്ടി വരും. എട്ടാമത്തെ കാര്യം, ഭയം ജീവിതത്തിലെ ഏറ്റവും വലിയ ജയിലാണ് എന്ന തിരിച്ചറിവ്. പലരുടെയും പല സ്വപ്നങ്ങളും പരാജയപ്പെട്ടിട്ടില്ല, പക്ഷേ അവ ജനിക്കും മുമ്പ് തന്നെ മരിച്ചു പോയതിന് തുല്യമാണ്. അതായത് ഇവരുടെ മനസ്സിൽ ഒരുപാട് പദ്ധതികളുണ്ട്, പക്ഷേ ഇവർ അത് ചെയ്തു നോക്കിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അതിൽ അവർക്ക് വിജയിക്കാൻ സാധിക്കുക? ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും, ഞാൻ പ്രശ്നത്തിലായി പോകുമോ എന്ന ഭയം പലതും ചെയ്യാനുള്ള പ്രചോദനത്തിൽ നിന്ന് പിന്തള്ളിക്കളയുന്നു. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അവർ തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്, ഞാൻ അന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്കത് നേടിയെടുക്കാമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം. ഒൻപതാമത്തത്, ചെറിയ ശീലങ്ങളാണ് വലിയ ഭാവിയെ സൃഷ്ടിക്കുന്നത്. ഒരു ദിവസം ഒരാൾ വ്യായാമം ചെയ്യാൻ തീരുമാനിക്കുകയാണ്, പക്ഷെ ആ ഒരു ദിവസം കൊണ്ട് അയാൾ വ്യായാമം ചെയ്താൽ അയാളുടെ ആരോഗ്യം പൂർണ്ണമായിട്ട് കിട്ടുകയൊന്നുമില്ല. എന്നാൽ തുടർച്ചയായിട്ട് വ്യായാമം ചെയ്തു പോകുന്ന ഒരു വ്യക്തിക്ക് ഒരു ദിവസം അയാൾ വ്യായാമം ചെയ്യാതിരുന്നാലും വലിയ കുഴപ്പമൊന്നും സംഭവിക്കുന്നില്ല. വർഷങ്ങളോളം ചെയ്യുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ജീവിതത്തിന്റെ ഗതിയെ നിർണ്ണയിക്കുന്നത്. അതായത് ഇന്ന് ഒരാൾ ചെറിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങുകയാണെങ്കിൽ വർഷങ്ങൾ കൊണ്ട് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എല്ലാം കൂട്ടി അയാൾക്ക് വലിയൊരു തുക കിട്ടും. അതായത് നമ്മളൊരു കാര്യത്തിന് വേണ്ടി ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെച്ച് തുടങ്ങുമ്പോൾ അത് കാലങ്ങൾ കൊണ്ട് വലിയ ഒന്നായി മാറും. നമ്മുടെ മുന്നിൽ നിന്ന് കാഴ്ചവെക്കുന്ന പല വൃക്ഷങ്ങളും ഒരു കാലത്ത് ചെറിയൊരു തൈമരമായിരുന്നു. അത് നട്ട് കഴിഞ്ഞ് കുറച്ച് ജലസേചനമൊക്കെ നടത്തി ചിലപ്പോൾ നടത്താതിരിക്കും, അത് തനിയെ വളർന്ന് വർഷങ്ങൾ കൊണ്ട് അത് കായ്ഫലം നൽകുന്ന ഒന്നായി മാറും. അതുപോലെ നമ്മൾ ഒന്നിലേക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതി, അത് പതിയെ വളർന്ന് അതിൻ്റെതായ ഒരു പുഷ്പിത കാലം ഉണ്ടാക്കിത്തരും. നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള വലിയ വലിയ സ്വപ്നങ്ങൾ അവിടെ ഇരുന്നോട്ടെ, പക്ഷേ നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങൂ, പതിയെ നിങ്ങളുടെ ഭാവി ശോഭനമാവും. പത്താമത്തെ കാര്യം, ജീവിതം നീതിപൂർവമാകണമെന്നില്ല. നല്ല ആളുകൾക്കും ദുരിതങ്ങൾ സംഭവിച്ചേക്കാം, കഠിനാധ്വാനികൾക്കും പരാജയം ഉണ്ടായി വന്നേക്കാം. ഇത് നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് നമ്മുടെ മാനസിക ശക്തി വർദ്ധിക്കുന്നത്. എന്നാൽ ഇത് ഒരു പ്രപഞ്ച സത്യമാണെന്ന് തിരിച്ചറിയുന്നവരാണ് ജീവിതത്തിലുള്ള പ്രതിസന്ധികളെ വകഞ്ഞു മാറി മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ നല്ല കാര്യം ചെയ്തു, കർമ്മ എനിക്ക് തിരിച്ചടിച്ചു, ഞാൻ ദൈവത്തെ എന്നും വിളിച്ച് പ്രാർത്ഥിക്കുന്നവനാണ്, എനിക്ക് കഷ്ടപ്പാടുകൾ തന്നു എന്നുള്ള രീതിയിൽ ചിന്തിച്ച് നിരാശരായിട്ടിരിക്കും. പക്ഷേ ജീവിതത്തിൽ പല ഏടുകളാണ് ഉള്ളത് എന്ന തിരിച്ചറിവ് ഇവർക്കുണ്ടായിരിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മളുടെ മുന്നിൽ തെളിഞ്ഞിരിക്കുന്ന പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കൂടിയവയാണ്. നമ്മൾ ചെയ്ത തെറ്റായിട്ടുള്ള കാര്യം കൊണ്ടല്ല ഇത് സംഭവിച്ചത്, ഇതും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്ന തിരിച്ചറിവാണ് നമുക്കിവിടെ വേണ്ടത്. ഇനി ഇതിനെ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളൊരു ചിന്തയായിരിക്കും നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. അല്ലാതെ നാം ചെയ്ത അധ്വാനത്തിന്റെ പിഴവോ നമ്മുടെ പ്രാർത്ഥനയുടെ കുറവോ അവിടെ വലിയ ഭാഗമൊന്നും വഹിക്കുന്നില്ല. 11ാമത്തെ കാര്യം, നന്ദിയില്ലാത്ത മനസ്സ് ഒന്നിലും തൃപ്തമാകുന്നില്ല എന്നുള്ളത്.
പലരും ലഭിക്കാത്തതിൽ മാത്രം ശ്രദ്ധിക്കുന്നു. ലഭിച്ച അനുഗ്രഹങ്ങളെ കാണാതെ പോവുകയും ചെയ്യുന്നു. നന്ദിയുള്ള ഒരു മനസ്സില്ലെങ്കിൽ നമുക്ക് ദൈവാനുഗ്രഹങ്ങൾ, പ്രപഞ്ചം നൽകിയ സംഭാവനകൾ ഒന്നും കാണാൻ കഴിയുകയില്ല. നമ്മൾ കിട്ടാത്ത കാര്യങ്ങളുടെ മേൽ അടയിരിക്കുന്നു, അതിൽ നിരാശപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നന്ദിയുള്ള ഒരു മനസ്സിൽ എപ്പോഴും നിറവുണ്ടായിരിക്കും, അവർക്ക് ആത്മസംതൃപ്തി ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വൈകി മാത്രം മനസ്സിലാകുന്ന ചില പാഠങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് കുറച്ചു നേരത്തെ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതഗതിയെ മാറ്റാനും നഷ്ടബോധങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഭാവി നമുക്ക് ഉണ്ടായി വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങളെ ഇന്ന് തന്നെ വരുത്തുക. ഇത്രയും നാളും ജീവിച്ചതിൽ ചില തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ നമുക്ക് തിരുത്താവുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. ആ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ വയ്ക്കുക, ജീവിതത്തെ മനോഹരമാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരയ്ക്കും ബൈ.